ഹായ്, ഇന്ന് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. ഏപ്രിൽ 11 മുതൽ 15 വരെയൊക്കെയുള്ള കറണ്ട് അഫേഴ്സാണ്. ഇപ്പോൾ 2024 ജോൺ എൽ ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം നേടിയ ISRO ദൗത്യം അത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ആണ് 2024 ജോൺ എൽ ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരത്തിന് അർഹത നേടിയ ISRO ദൗത്യം. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് തുടങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ആണ്. 2024 ഏപ്രിൽ 12 ആരുടെ 151ാമത് ജന്മദിന വാർഷികമായിരുന്നു? കുമാരനാശാൻ്റെ 151ാമത് ജന്മദിന വാർഷികമായിരുന്നു 2024 ഏപ്രിൽ 12. ദേവഹരിതം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയാണ് ദേവഹരിതം പദ്ധതി. ദേവഹരിതം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതി. ജന്മന ഹൃദ്രോഗമുള്ളവരെ ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ജന്മന ഹൃദ്രോഗമുള്ളവരെ ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഹൃദ്യം. ട്രിപ്പിൾസ്ക വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉക്രൈനിലാണ് ട്രിപ്പിൾസ്ക വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത്. 2024 വ്യോമാക്രമണത്തിലാണ് ഇത് തകർത്തത്. ലക്കി ബിൽ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ല് ശേഖരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള GST വകുപ്പിൻ്റെ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ. ലക്കി ബിൽ ആപ്ലിക്കേഷൻ GST വകുപ്പിൻ്റെ ആപ്ലിക്കേഷനാണ് ഉപഭോക്താക്കളിൽ നിന്ന് ബില്ല് ശേഖരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ആപ്ലിക്കേഷൻ. മൈക്രോ പ്ലാസ്റ്റിക് നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോജൻ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. മൈക്രോ പ്ലാസ്റ്റിക് നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോജൻ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ സജന സജീവൻ, ആശ ശോഭന. സജന സജീവൻ, ആശ ശോഭന എന്നിവരെയാണ് ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത മലയാളികൾ. രാജ്യത്തെ ആദ്യത്തെ ആയുർവേദ കഫേ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ നിലവിൽ വന്നത് ഡൽഹിയിൽ. 2024 അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ഡാനിയൽ കാനമർ. ഡാനിയൽ കാനമനാണ് 2024 അന്തരിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി-വിജിൽ. സി-വിജിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട്, പരാതി ഇതിനൊക്കെ പരിഹാരമെന്നോണം ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ്. 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ഓൾ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഓൾ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നത് 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമാണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വാഗമൺ. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വാഗമൺ, ഇടുക്കി. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരമാണ് ബഗുസരായ്. ബഗുസരായ് ആണ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരം. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ സഖ്യം. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ സഖ്യമാണ്. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. പുനയൂർക്കുളം സാഹിത്യ സമിതിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. അടുത്തത് 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ്. ഫുട്ബോളിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. ഈ സുനിൽ ഛേത്രി സജീവമായിട്ടുള്ള ഫുട്ബോളറുടെ പട്ടികയിൽ റൊണാൾഡോയ്ക്കും മെസ്സിക്കും തൊട്ട് താഴെയാണ്, അതായത് 3ാം സ്ഥാനത്ത്. താങ്ക് യു.